സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും അതീശയായിട്ടും ഇവിടെ ഞങ്ങളൊരു സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇന്നിവിടെ ഇപ്പൊ സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ ഇപ്പൊ ഒരു 2:30 ആയി ഉച്ചയ്ക്ക്. അപ്പം ഞങ്ങൾക്ക് ഇന്നിപ്പോ ഓഫാണ്, നാളെ ഓഫാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാന്ന്, പുറത്തേക്കൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നിന്ന് ഒരു 6 മണിക്കൂർ അപ്പുറം വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. വെല്ലിംഗ്ടൺ നല്ല രസമാണ് കാണാന് എന്നൊക്കെ പറയണ കേട്ടു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു വെളുപ്പിനെ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. ഭയങ്കര ടയർഡായിരുന്നു, ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ വെളുപ്പിന് എഴുന്നേക്കൽ നടന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി ഇപ്പൊ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്താണ്, അപ്പൊ ഞങ്ങൾ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല രസകരമായ കാഴ്ചകളൊക്കെയാണ്. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ വായോ, നമുക്ക് കണ്ടിട്ട് വന്നാലോ? ഓക്കെ, അപ്പൊ ഞങ്ങൾ പോണ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ റോഡുകളെല്ലാം തന്നെ. പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ളതാണ്. അത് തന്നെ നല്ല ഭംഗിയാണ്. റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ല പൂവാണ്. നമ്മുടെ എന്താ പറയാ, കണിക്കൊന്നയൊക്കെ പോലെ. ഇവിടെ ഓണത്തിന്റെ അന്നല്ല കണിക്കൊന്ന ഉണ്ടാവുന്നത്, ഇപ്പോഴാണ് ന്യൂസിലൻഡിലെ കണിക്കൊന്ന. അതേ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ സൈഡില് നല്ല കണിക്കൊന്നയൊക്കെയാണ്. നല്ല രസകരമായ റോഡുകൾ. പച്ചപ്പുൽ പരവതാനി പോലെ വിരിച്ചു കിടക്കുന്ന മുട്ടക്കുന്നുകളും സാഹിത്യം വെച്ചെടുക്കാണല്ലോ. ഇവിടേക്കാണല്ലോ സൈഡിൽ പോയി ഇങ്ങനെ അങ്ങ് ഇരുന്ന് ഇച്ചി കാറ്റൊക്കെ കൊണ്ട്. നാട്ടിൽ മറ്റേ ഈ കയറിന്റെ കട്ടിൽ കിട്ടും, അതോടെ ഇതിന്റെ എവിടെയെങ്കിലും ഒരു മേളിൽ കൊണ്ടിട്ടിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ടങ്ങ് കിടക്കണം. നല്ല കാറ്റാണ് ഇവിടെ. കണ്ടോ, എന്തോരം കണിക്കൊന്ന പോലെ മഞ്ഞപ്പൂവാണ്. നോക്ക്, എന്ത് ഭംഗിയല്ലേ. മഞ്ഞ 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 ബൾബുകൾ. നല്ല രസകരമായ രസമാണ്. നല്ല രസകരമായ രസമാണ്. അതെന്ത് രസമാണാവോ എനിക്കറിയില്ല. നോക്കി നല്ല കണ്ടോ, എന്ത് രസാ നോക്ക്. 2 സൈഡിലും ഇങ്ങനെ മഞ്ഞപ്പൂട്ടോ. എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിലെ ഓണം ഈ മാസം ആണ് എന്ന് തോന്നുന്നു. ക്രിസ്മസും ഓണവും ന്യൂസിലൻഡില് ഡിസംബർ മാസത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഡിസംബർ മാസത്തിൽ കളിക്കൊന്ന നമ്മുടെ ന്യൂസിലാൻഡിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കേട്ടോ. നാട്ടിലെ ഓണത്തിന് ഇവിടെ തണുപ്പാണ്. നല്ല രസമാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് എന്ത് ട്രക്കാ ചേട്ടാ? പാലമണ്ടിയാണ് കേട്ടോ. ഫൊണ്ടേറ എന്ന് പറഞ്ഞിട്ട് പേരുള്ള ഒരു കമ്പനിയാണ്. മിൽക്ക് വലിയ കമ്പനിയാണ്. നമ്മളുടെ മിൽക്ക് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള വലിയൊരു കമ്പനിയാണ് അത്. അതിന്റെ ട്രക്കാണ് കേട്ടോ, പാലും വണ്ടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണ. ഫ്രണ്ടില് നമുക്കൊരു ഓട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാല് നമ്മുടെ കാറിലെത്തും. എങ്ങനെ ചേട്ടാ? പാൽമോഷണത്തിന് എന്തെങ്കിലും വില കൊടുത്തുള്ളതാണെന്ന് ഓർക്കാം. ഇത് പാല് മോഷിക്കാനായിട്ട് ഒരു ഓട്ട. നമുക്ക് ഇഷ്ടം പോലെ പാല് പിന്നെ വേണം. നമുക്ക് ബ്ലോക്കാണ് മക്കളെ, ബ്ലോക്കാണ്. ഇവിടെയൊക്കെ റോഡ് പണിയാണ്. റോഡിനെ അവർ തേച്ച് വരച്ച് നല്ല സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സോണുകളൊക്കെ വെച്ചാണ് റോഡ് സോണിയുടെ. ഇതിപ്പോ നമ്മളൊരു ജംഗ്ഷനിൽ തിരിഞ്ഞു പോയി. മീൻസ് ലൈക്ക് ആ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയ ടോപ്പോ നമ്മൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടാന്ന്. ടോപ്പോയിൽ പോയത് ഇട്ടതാ. പിന്നെ ഈ വഴി പോണത് നാപ്പിയർ, പാമർ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞുണ്ട്. നാപ്പിയർ അക്വേറിയം ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അക്വേറിയം മ്യൂസിയം നാപ്പിയറിൽ. അങ്ങനെ നാപ്പിയർ പോണ വഴിയാണ്. ഇതുവഴിയാണ് മറ്റേ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ് മറ്റേ മഞ്ഞിൽ പോയ സ്ഥലവും ഇതുവഴിയാണ് പോണത്.
ഓവർടേക്ക് ചെയ്യേണ്ടവർക്ക് മാത്രം റൈറ്റ് സൈഡിൽ കൂടെ പോവാം, ബാക്കിയുള്ളവർ ലെഫ്റ്റ് സൈഡിൽ കൂടെ. പാസിംഗ് ലൈൻ മാത്രം. ബാക്കി റോഡ് മുഴുവൻ ചിലപ്പോൾ 2 വരിയെ കാണും. അപ്പം നമ്മൾ ആ സ്പീഡ് ലിമിറ്റിന് മുകളിൽ എന്തായാലും ആരും പോകുന്നില്ല. പിന്നെ അങ്ങനെ ആരും ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി. നല്ലൊരു പരിപാടിയാണ്. പിന്നെ വേറെ നല്ല എന്ന് വെച്ചാൽ നാട്ടിലെ പോലെ ആരും ഹോൺ അടിക്കരുത്. നമ്മുടെ സ്പീഡ് ലിമിറ്റിലാണ് പോകണമെങ്കിൽ സേഫാണ്, ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ വ്യൂ ആണ്. ക്യാമറയിൽ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് പകർത്തുക എന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യങ്ങളാണ്. ഈ സ്ഥലമൊക്കെ നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി, നേരിട്ട് കാണുന്ന ഭംഗി എന്തായാലും ക്യാമറയിൽ കിട്ടില്ല. പാസിംഗ് ലൈൻ ജോയിൻ ചെയ്തു. ഇപ്പം അങ്ങോട്ട് 2 വരിയെ കാണും. നല്ല രസമുള്ളൊരു ബീച്ച് അല്ല, ബീച്ചാണോ അത് എന്ന് തോന്നുന്നു. ഇത് ലേക്കാണ്, കടലല്ല. ഓ ബീച്ചല്ല, ലേക്കാണ്. സലേബനെ നാഷണൽ പാർക്ക് പോയ സ്ഥലം. നാഷണൽ പാർക്ക് എന്ന് ചെയ്യാൻ മറ്റേ ഒരു വീഡിയോക്കകത്ത് മഞ്ഞിൽ പോയൊരു സ്ഥലം ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്താണ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞത്. ഇത് നല്ല ഫോറസ്റ്റ് ഏരിയ പോലെ നല്ല രസമാണ്. ഒരു വിൻ്റർ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേനും, വിൻ്ററൊക്കെ തീരാറാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞും നല്ല രസമാണ് ഇവിടെ. നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം കാണുമ്പോഴത്തേനും പെട്ടെന്ന് ആദ്യം തോന്നുന്നത് വണ്ടിയൊക്കെ സൈഡിൽ നോക്കി ഒന്നിച്ച് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വീട്ടിൽ പോയാലോ എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ഫ്രോസ്റ്റി. നമുക്ക് ദൂരെ ഒരു ലേക്ക് കാണാവോ? ലേക്കിന് നടുക്ക് ഒരു ഐലൻഡ് കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ ആ ലേക്കിന്റെ സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോയ ദിവസം ഓക്കെ അത് പക്ഷെ നമ്മൾ വേറൊരുണ്ട്. ഈ ലേക്കിന്റെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അപ്പുറം ടോപ്പോയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അവിടെ പോയിരുന്നു. ടോപ്പോയിൽ നമ്മൾ ലാസ്റ്റ് ടൈം പോയതാണ്, ബോട്ടിംഗ് ഒക്കെ പോയതാണ്. അന്ന് കയാക്കിംഗ് പോകണം നമ്മൾ വിചാരിച്ചു, പക്ഷേ പിന്നെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തു. കാരണം ഓക്കെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ലേക്കിന്റെ ഒരു ഓപ്പണിംഗ് കാണാം. പിന്നെ ഇച്ചിരിയോടെ ഒരു വളവങ്ങ് തിരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഫുള്ള് സൈഡ് നമ്മൾ ആ ലേക്കാണ് കാണാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഉസ ബസ് ട്രാൻസിറ്റ് എന്ന് എഴുതിയിട്ട് ഇന്റർസിറ്റി ട്രാൻസ്പോർട്ട് ബസ്സുകളാണ്. ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലോട്ട് പോകുന്നത്. റൈറ്റ് സൈഡ് വയ്ക്കോ. ടോപ്പോ ലേക്ക്. നമ്മൾ ടോപ്പോ ടൗണിലേക്ക് പോകണതിൻ്റെ നമ്മൾ ഓപ്പോസിറ്റ് ലെഫ്റ്റ് എടുത്ത് പോകുന്നു. ടോപ്പോ നേരെ പോയാൽ നമ്മളിങ്ങോട്ട് ലെഫ്റ്റ് എടുത്ത് ഫാമോസ് ടൗൺ വഴി അങ്ങനെ കയറി പോരുവാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ടോ ഭയങ്കര. ഇവിടുന്നൊക്കെ ഈ വീട്ടിൽ നിന്നൊക്കെ ഒരു ടൗണിലൊരു എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകണമെങ്കിൽ എത്ര ദൂരം വണ്ടി ഓടിക്കണം. അഫോർഡബിൾ വീടുകളായിരിക്കും, കാരണം ഇത്രയും ടൗണിൽ നിന്നുള്ള ഡിഫറൻസ് കാരണം ഭയങ്കര വിലക്കുറവായിരിക്കും. വലിയൊരു ഏരിയയും കിട്ടും. അങ്ങനെ അതിൻ്റെതായ സെക്യൂരിറ്റി എന്നുള്ള നിലയിൽ ചെറിയ ഡേഞ്ചറുകൾ ഉണ്ടെങ്കിലും നല്ലൊരു ലൊക്കേഷനാണ്. ടൗണിൽ നിന്ന് മാറി മറ്റ് ശല്യങ്ങളൊന്നുമില്ല. കുറേ ദൂരം യാത്ര ചെയ്യേണ്ടി വരും കുറേ ദൂരം യാത്ര ചെയ്യണം. പിന്നെ ഒരു സെക്യൂരിറ്റി. ഈ 2 റീസൺ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകൾ നല്ല ഇതാണ്. ഇങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ മലയിടുക്കുകളുടെ ഇടയിൽ കൂടി പോവുക എന്ന് പറയുമ്പോൾ ചെറിയ വീതി കുറഞ്ഞ വഴിയാണ്. നല്ല ഷാർപ്പ് ടേണുകളും ഉണ്ടാവും. ന്യൂസിലൻഡ് നിങ്ങൾ മാപ്പിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു ഐലൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂസിലൻഡിനോട് അടുത്താണേലും ന്യൂസിലൻഡ് അകത്ത് ലേക്കിൻ്റെ നടുക്കാണേലും
രാത്രിയാണ് ഒരു ദിവസം വന്നത്. ഒന്ന് നാഷണൽ പാർക്ക് പോകാനായിട്ട് ഇതുവഴി രാത്രിയാണ് വന്നത്. രാത്രി എന്ന് വെച്ചാൽ ഇതിലും ഡേഞ്ചറാണ്. വണ്ടി ലൈറ്റ് കാണാന്നുള്ളതുകൊണ്ട് വണ്ടി വന്നാ അറിയാം, അത്രേ ഉള്ളൂ. ബാക്കി ഈ സൈഡിലൊക്കെ എന്ന് വെച്ചാൽ കല്ലിങ്ങനെ തള്ളിയൊക്കെ നിൽക്കുന്നത് ഇവര് ഇത് റിഫ്ലക്ടർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും. ദൂരെ മഞ്ഞുമല കണ്ടോ, അതാണ് നാഷണൽ പാർക്ക്. അവിടെയാണോ റൂം എടുത്തത് നമ്മള്? അതെ, വൈറൂര് സ്ഥലത്തിന് വൈറൂർ നല്ല രസമാണ്. ഇപ്പൊ അങ്ങോട്ട് പോണ റോഡും നല്ല രസമുണ്ട്. മറ്റേ ഡെസേർട്ട് റോഡ് എന്ന് പറയും, നല്ല രസമുള്ള റോഡാണ്. പക്ഷേ ആ റോഡ് ലിറ്ററലി ഡെസേർട്ട് റോഡ് പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിന്റെ മെയിൻ ഞങ്ങളെന്നാ റൂം എടുത്ത ഹോട്ടൽ എന്ന് പറഞ്ഞുണ്ടോ, അയ്യോ മോശമല്ല. ലിറ്ററലി നമുക്ക് ബാച്ചിലേഴ്സിന് ഓക്കെയാണ്, ഫാമിലിക്ക് പറ്റില്ല. ബാച്ചിലേഴ്സിന് അടിപൊളിയാണ്. പൈസയും കുറവാണ്, ലിറ്ററലി ഭയങ്കര കുറവാണ്, ചീപ്പാണ്. പക്ഷെ ആ ചീപ്നെസ്സിനുള്ള സംഗതി ഉള്ള അവിടെ. പക്ഷെ നെറ്റിൽ നോക്കി കഴിഞ്ഞപ്പോ നല്ല കിടക്കാച്ച ഫോട്ടോസ് ഒക്കെ ആയിരുന്നു, അത് വെച്ച് നമ്മൾ എടുത്തതാണ്. പക്ഷെ ഫോട്ടോസ് പോലെ ഇല്ലായിരുന്നു റിയാലിറ്റി. പക്ഷെ ഫൈൻ, വൺ നൈറ്റ് ഒക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. മഞ്ഞുമല കാണാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ അത് തന്നെ. അതങ്ങോട്ട് ആ റോഡ് പോയ വഴി ഇപ്പൊ നോക്കൂ. ആ റോഡ് രാത്രി ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ്. ലിറ്ററലി ഫ്രണ്ട് കാണത്തില്ല വഴി വണ്ടിയുടെ. എസ്പെഷ്യലി ആ ടൈം എന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞ് ഫോഗ് കാരണം വഴി വിസിബിലിറ്റി പോറാണ്. പിന്നെ എല്ലാം കൂടി ആയിട്ട് ഉറക്കം വരുന്നതായിട്ട് പോലും ഭാവിക്കാൻ പറ്റില്ല. അതുപോലെ ശ്രദ്ധിച്ചു പോകേണ്ട വഴിയാണ്. സ്പീഡ് ലിമിറ്റ് 100. അപ്പൊ അങ്ങനെ നമ്മൾ വൈറൂരിലോട്ട് വൈറൂരിലോട്ട് പോകുന്ന വഴികളിലൊന്നാണ്. അതായത് ഈ വഴി സ്പീഡ് ലിമിറ്റ് ഇച്ചിരി കുറവുണ്ട്, ബട്ട് അതുപോലെ ഒരു റിസ്കി വഴിയാണ്. ഒരു വളഞ്ഞ് കുളഞ്ഞ് രാത്രി അന്ന് ഞങ്ങൾ നൈറ്റ് വന്നപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ കാറ്റ്, ഇവിടെ നല്ല കാറ്റുള്ള ഏരിയ ആണ്. അപ്പം ഒരു സൈഡിൽ മഞ്ഞുമലയാണ്, ഒരു സൈഡിൽ അങ്ങനെ അത്രയും ടെമ്പറേച്ചർ താഴാത്ത സ്ഥലവും. അപ്പം ഭയങ്കര കാറ്റാണ്, ഫുള്ള് ആടി കളഞ്ഞ. ഞങ്ങൾ രാത്രി 11 മണിക്കാണ് വന്നത്. 10-11 മണിയൊക്കെ ഞങ്ങൾ റൂം എടുക്കാന്ന് പറഞ്ഞ് ചെന്ന് കയറിയ റൂമാണെങ്കിലോ ഒരു ഗാംബ്ലിംഗ് ഡെൻ എന്ന് പറയുമ്പോൾ മറ്റേ ഗാംബ്ലിങ്ങിന്റെ മെഷീനൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് രാത്രി അത് അവിടെ മുഴുവൻ കിളന്മാരുണ്ടോ, എല്ലാം വെച്ച് പ്രായമുള്ള ആൾക്കാരാണ്. ഗാംബ്ലിങ്, ഡ്രിങ്ക്സ്, അങ്ങനെ ഒരു എന്താ പറയാ, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം എല്ലാം നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്കൊരു ഉള്ളില് ഭയം തോന്നും. പക്ഷെ അങ്ങനെ പേടിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. സ്പീഡ് ലിമിറ്റ് 100 വെച്ചിട്ട് വന്ന വളവാണ്. 100 കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വളവ് കാണുന്നത്. ഈ റോഡിന്റെ സ്പീഡ് ലിമിറ്റ് ആട്ടോ 100. സൈഡിൽ 25 എഴുതിയേക്കണത് സേഫ് ഡ്രൈവിംഗ് സ്പീഡ് എന്ന് പറയും അതിനെ. അതായത് ആ ഏരിയയില് സേഫ് ഡ്രൈവിംഗ് സ്പീഡ് 25-35 പക്ഷെ നിങ്ങൾ 100 പോണേ പൊക്കും, എന്നാലും തെറ്റില്ല. ഇതിനൊക്കെ 100 എങ്ങനെ ഇത് ഈ റോട്ടിൽ കൂടെ ഒക്കെ പോവാനാ? പോണ ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് നമ്മളുടെ ജീവന് കൊതിയുണ്ടല്ലോ. നമ്മുടെ കുട്ടി വണ്ടിക്ക് ഇത് താങ്ങില്ല. ഇതുകൊണ്ടാണ് ഇതിനെ ഡെസേർട്ട് റോഡ് എന്ന് പറയണത്. തോന്നണം, അറിയില്ലല്ലോ. ഈ റോഡിന്റെ പേര് ഡെസേർട്ട് റോഡ് എന്നാണ് പറഞ്ഞത്. ഒന്ന് ദൂരെ മഞ്ഞുമല വിജനമായി ചുമ്മാ കാടും പടലയും പിടിച്ച് കിടക്കുന്ന 2 സൈഡും. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മണലാരണ്യം എന്ന് മാത്രം അർത്ഥമില്ല.
ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഡെസേർട്ടഡ് എന്നും പറയാലോ, മറ്റ് ഇതൊന്നും ഇല്ലാത്ത, എന്താ പറയാ, പ്രോപ്പർ ഒന്നും ഇല്ലാത്ത ആളും താമസമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ഏരിയ എന്ന് വേണേൽ പറയാം. ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡും ഫുള്ള് ഈ കുറ്റിച്ചെടികൾ മാത്രം. മക്കളെ, അപ്പൊ ഇത്ര നേരത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിയാലിറ്റിയിൽ നല്ല രസമാണ് കേട്ടോ കാണാന്. നിങ്ങൾക്ക് എത്രമാത്രം ഇതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമാണ് ഇവിടെ കാണാന്. അപ്പൊ ഇനിയുള്ള ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇനിയിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ 20 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പം 300 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പയ്യെ ഇങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ബാലൻസ് ഉള്ളത് ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം നാളെ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. ഒറ്റ ലൈഫ് ഉള്ളൂ, അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് അജിഷേട്ടനെ കൂടി ഇങ്ങനെ ചിരിച്ചു കൊളിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ബൈ ബൈ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ ബൈ, ബൈ ബൈ ഫ്രം ജീനു ആൻഡ് ബൈ ബൈ ഫ്രം